ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് നല്ല സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമ്മൾ വീട്ടിൽ റാഗി മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിൽ റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റാഗി നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒരു 3 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്തി വെച്ചിരുന്നതാണിത്. റാഗിപ്പൊടിയിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ മുഴുവൻ റാഗിയിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇതിലുള്ള കുതിരാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മുഴുവനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചിരുന്ന കാരണം ആ ഒരു കുതിർത്ത് വെച്ചിരുന്ന വെള്ളം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാനിത് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കാണിക്കാൻ വേണ്ടിയാണ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ റാഗിയുടെ കൂടെ ബീട്രൂട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളറും കിട്ടും, നമുക്ക് നല്ലൊരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളമാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ടും സ്പാച്ച് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടെടുക്കുന്നതിനേക്കാളും ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ആ ഒരു പാലൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് തോല് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ വേണ്ടി വന്നിട്ടുള്ള വെള്ളം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളമാണ്. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സ്പാച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടയായിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരുവം വരേക്കും ഇതുപോലെ നമ്മൾ വിസ്ക് വെച്ചിട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇതുപോലെ മാവ് നന്നായിട്ട് കുറുകി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് വിസ്ക് മാറ്റിയിട്ട് സ്പാച്ച് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പത്തിരിയുടെ മാവിനേക്കാളും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുക. ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയ ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ആകൃതിയിലൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ എല്ലാ മാവും ചെറുതായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ ഒരു അരിപ്പ പാത്രത്തിൽ നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഇത് മുഴുവനായിട്ടും അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടിയപ്പ ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 60 ml കപ്പിൻ്റെ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു
കപ്പിൻ്റെ അളവിന് 1.5 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടി എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും നന്നായിരിക്കും. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് തട്ടുമ്പോഴത്തേക്ക് ഈ ഒരു പാൽപ്പൊടി നന്നായിട്ട് അലിഞ്ഞു പോയിക്കോളും. ഇനി ഈ ഒരു പാലിന് ഒരു ചെറിയ കളർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ബീട്രൂട്ട് ഇതുപോലെ 2 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ മതി എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു കറക്റ്റ് കളർ കിട്ടണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. 1-2 മിനിറ്റ് നേരം ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കളർ അങ്ങ് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതിൽ പാലിൻ്റെ ആ ഒരു വെള്ള നിറം പോയതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇഡ്ഡലി ചെമ്പിൽ വേവിക്കാനായിട്ട് വെച്ചിരുന്നത് ഇപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ആ ഒരു റാഗി ബോളെല്ലാം ഇട്ട് കൊടുക്കാം. ഈ പാലിലും ഈ ഒരു ബീട്രൂട്ടിൻ്റെ തന്നെ കളറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾസും കൂടെ ആകുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല വീഡിയോയിൽ. അതുകൊണ്ടാണ് ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ടുള്ള കളറാക്കിയത് ഈ ഒരു പാല്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയത്ത് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഈ ഒരു റാഗി ബോൾസ് എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടി മാത്രം ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുത്താൽ മതി. ഈ പാലിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റാഗി സ്വീറ്റാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും എന്നൊക്കെ പറയുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോൾസാണിത്. നമ്മളിത് സ്പൂണ് കൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബോൾസൊക്കെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.